സാറേ 2020 NDAയിൽ ചേർന്നിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ പുതിയൊരു രാഷ്ട്രീയ മാറ്റം. ഈ മൂന്ന് മുന്നണികളോടും ഫൈറ്റ് ചെയ്ത് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടാണ് 2020 മുന്നോട്ട് പോയത്. UDF-നോടും LDF-നോടും ഒരളവ് വരെ BJP-യോടും. കഴിഞ്ഞ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വൈകുന്നേരം ഞാൻ കണ്ടതാണ് നേരിട്ട്. ഈ ഒരു 2020 വോട്ടർ കുടുംബസമേതം വന്ന് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മൂന്ന് മുന്നണികളും ചേർത്ത് ആ കുടുംബത്തിനെ അടിച്ചു ഓടിക്കുന്നത്, ശരിക്കും ഫിസിക്കലി അടിച്ചു ഓടിക്കുന്നത്, മൂന്ന് മുന്നണിക്കാരും ജയ് വിളിച്ച് 2020 എതിരായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് അതേ സമയത്ത് 2020 ഒരു നല്ല മാതൃക സൃഷ്ടിച്ചു കേരളത്തിൽ. ഈ മൂന്ന് മുന്നണികൾക്കും എതിരായി മത്സരിച്ചിട്ട് കുറേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും അവർ തുടർച്ചയായിട്ട് നിലനിർത്താൻ പറ്റി. പല തെരഞ്ഞെടുപ്പുകളിലും ആര് തോൽക്കണമെന്ന് തീരുമാനിച്ചത് അവരായി. ഈ CSR ഫണ്ട് എന്ന് പറയുന്ന ഒന്ന് ഒരു രാഷ്ട്രീയമായ ആയുധമാക്കാൻ പറ്റും ജനപക്ഷത്ത് നിന്നാൽ എന്ന് തെളിയിച്ചു. അപ്പോൾ നല്ല മാതൃകകൾ സൃഷ്ടിച്ചൊരു കൂട്ടരാണ്. അതിനിടയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ കൂടിയിട്ട് ഒരു പരീക്ഷണം അവർ നടത്തി. എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ നരേന്ദ്രമോദിയോടൊപ്പം NDAയിൽ ചേരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പുതിയ രാഷ്ട്രീയം. നരേന്ദ്രമോദി വന്നപ്പോൾ അത് ഒപ്പുവെക്കുകയും ചെയ്തു. ഇതാണ് പുതിയ രാഷ്ട്രീയം. സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയം എന്നല്ല അതിനെ വിളിക്കേണ്ടത്. അതിനെ ഒരു CSR പൊളിറ്റിക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയം എന്ന് വിളിക്കാം. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ NDA അവരെ ഏറ്റുവാങ്ങുമ്പോൾ ആർക്കാണ് ഗുണമുണ്ടാവുക, ആർക്കാണ് നഷ്ടമുണ്ടാവുക? ഇന്നലെ ഈ NDAയുമായി ചേരാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം വ്യാപകമായ അഭിമുഖങ്ങൾ കൊടുത്തു. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ അഭ്യൂഹങ്ങളായിരുന്നു മാധ്യമങ്ങൾ പടച്ചുവിട്ടതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ തനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത്, ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള പിണറായി വിജയൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ കേരളം വിട്ടത് എന്ന് അദ്ദേഹം മൊത്തത്തിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. പല വരികളിലായി അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നുമുണ്ട്. സ്വാഭാവികമായും പടുത്തുയർത്തിക്കൊണ്ട് വന്ന വളരെ ജനോപകാരപ്രദമായ പ്രവൃത്തികളിലൂടെ ആൾക്കാരുടെ മനസ്സ് കവർന്ന് അത് എൻ്റെ നാട്ടിലും കിഴക്കമ്പലം പോലെ വരണം എന്ന തോന്നൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവർ ഈ പറഞ്ഞതുപോലെ മൂന്ന് മുന്നണികൾക്കും എതിരെ, രണ്ട് മുന്നണികൾക്ക് എതിരെ പ്രത്യക്ഷമായി വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവർ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് അദ്ദേഹം പറയും. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ പോരാട്ടം ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഒരു ജീവന് പോലും തൊട്ട് വരുന്ന സാഹചര്യം പോലും അദ്ദേഹം നേരിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്നിട്ട് കൂടി താൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇനി നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും അത്രയ്ക്കും സ്ട്രോങ് ഹോൾഡുള്ള ആ ബേസുള്ള ഒരു പ്രസ്ഥാനം കൂടെ വേണമെന്ന് തോന്നുന്നതിൽ തെറ്റില്ല. പക്ഷേ പലപ്പോഴും ഇന്നലെ തന്നെ ചില എതിരഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അത് വളരെ സസൂക്ഷ്മം നമ്മൾ നോക്കിയാൽ ആരൊക്കെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ 2020 അകത്ത് നിന്ന് തന്നെ അതെപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് ആരാണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇത് കേരളത്തിലേക്ക് ഉണ്ടാവും, ഇതിന് വലിയ സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവും. അതില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് ഈ എറണാകുളം ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്കമ്പലം ഭാഗത്ത് അല്ലെങ്കിൽ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും BJP എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില വോട്ട് ബാങ്കുകളിലേക്ക് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്ന് വന്നേക്കാം. പിന്നെ ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ് എന്നൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ബിസിനസ്സുകാരനാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. ആവർത്തിക്കുമ്പോഴും ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ, പഠിക്കാൻ പുസ്തകങ്ങളില്ലാതെ പോകുന്ന ഒരു പറ്റം കുട്ടികളെയും കുടുംബങ്ങളെയും കണ്ടുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്. അല്ലാതെ അപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ അത് എല്ലാവരും ഇങ്ങനെയുള്ള ഭംഗി വാക്കുകൾ പറയാറുണ്ട്. പക്ഷേ ഈ ഭംഗി വാക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾക്ക് അടർത്തിയെടുക്കാൻ കഴിയുന്ന ചില സംഭവങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കിഴക്കമ്പലത്തെ ഇപ്പം നമുക്ക് സംസ്ഥാനത്തുടനീളം മാളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ GST പിൻവലിച്ചതിന് ശേഷവും ഒക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് വ്യക്തമായി. ആ തട്ടിപ്പുകൾക്കിടയിൽ നിന്നുകൊണ്ട് വാസ്തവത്തിൽ ഭംഗിയായി ഇദ്ദേഹം ഇപ്പോൾ ഒരു നേരത്ത് ഒരു മനുഷ്യന് 1 രൂപ കുറഞ്ഞു കിട്ടിയാൽ പോലും വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർക്ക് വലിയ തോതിലുള്ള സഹായം ലഭിക്കുന്നത്. അതെ, കിഴക്കമ്പലം ഒരു നല്ല മോഡലാണ്. പല കാര്യങ്ങളിലും അവരുടെ മാതൃക കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക, ആ രീതിശാസ്ത്രം പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ മാറ്റി പറയേണ്ടി വരും. ഈ 2020 അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ അവരുടെ രീതിയിൽ
ഗണ്യമായ മാറ്റം വരും. അത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രീതിശാസ്ത്രമൊന്നും മാറ്റിക്കൂടാ, അഭിപ്രായം മാറ്റിക്കൂടാ, നിലപാട് മാറ്റിക്കൂടാന്നില്ലല്ലോ. ഉദാഹരണത്തിന് CSR ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, അതിൽ സാബു ജേക്കബ് തന്നെ ജനങ്ങളോട് പറഞ്ഞതും പ്രയോഗിച്ച് കാണിച്ചതും വളരെ കൃത്യമാണ്. ഒരു കാരണവശാലും ഒരു CSR ഫണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സംഭാവനയായിട്ട് കൊടുക്കരുത്. അത് കൊടുത്താൽ അത് ഒരുപാട് അതിൻ്റെ പിന്നിൽ കുറേ അഴിമതിയും ബാക്കി എന്തെങ്കിലുമൊക്കെ ഗുണഭോക്താവിന് ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കിട്ടിയാലായി. അതേ സമയത്ത് CSR ഫണ്ട് അങ്ങനെയാണല്ലോ, ലോക്കൽ വികസനത്തിന് ഒരു വ്യവസായ സ്ഥാപനം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ നിന്ന് ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് ആ ദേശത്തിന് അവകാശപ്പെട്ടതാണ്, ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് അവകാശപ്പെട്ടതാണ്. അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കണം. നേരിട്ട് ആ സ്ഥാപനം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി നടപ്പാക്കി കാണിച്ചു കൊടുക്കണം എന്നാണ് സാബു ജേക്കബിന്റെ കിഴക്കമ്പലം പ്രോജക്റ്റ്. അത് വർക്കബിൾ ആണെന്ന് കാണിച്ചു, അദ്ദേഹം തെളിയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളെ സ്വാധീനിച്ചത്, അങ്ങനെയാണ് പഞ്ചായത്തുകൾ പിടിച്ചത്, വോട്ട് നേടിയത്. പക്ഷേ അതേ സാബു ജേക്കബ് ഇപ്പോൾ പറയുന്നത് എന്താ? സാബു ജേക്കബിന്റെ പൊളിറ്റിക്സ് എന്താവും? ഇനി മുതൽ CSR ഫണ്ട് BJPക്ക് കൊടുക്കണം, അല്ലെങ്കിൽ NDAക്ക് കൊടുക്കണം. ഈ NDA ഉൾപ്പെടെയുള്ള ഈ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് സാബു ജേക്കബിനെയും കൂട്ടരെയും ഈ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇന്നലെ വരെ ആക്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ 2020ക്ക് അകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായി. ഒരു പക്ഷേ അത് തീർക്കുമായിരിക്കും, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, സമയം എടുക്കുമായിരിക്കും. അതൊന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ പബ്ലിക് പെർഫോമൻസ് ഒക്കെ നമ്മൾ മാധ്യമപ്രവർത്തകർ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിക് പെർഫോമൻസിൽ നമ്മൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമല്ലോ, ഇപ്പോഴും സ്റ്റുഡിയോകളിൽ നിന്ന് അദ്ദേഹം പുറത്ത് കടന്നിട്ടില്ല, ക്യാമറകളിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല എന്ന് പറയും പോലെ ഒരു സ്ഥാപനം പരമ്പരാഗതമായി അന്ന അലൂമിനിയം കമ്പനി തൊട്ട് പരമ്പരാഗതമായി ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ഉടമ, ഒരു CEO എന്ന നിലയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ ആ ടോണിലും ഭാവത്തിലും ഒക്കെ ഒരു വ്യത്യാസം. ഞാൻ ഈ സെൽഫ് സെൻറ്റേഡ് ആയിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നു, എന്നെ അവസാനിപ്പിക്കാൻ വരുന്നു, രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കി, വ്യക്തി കേന്ദ്രീകൃതമായി തീരുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അത് ഈ ഒടുവിലത്തെ പെർഫോമൻസിലുണ്ട്. അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇനി മുതൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടത് സവിശേഷമായ ചില രാഷ്ട്രീയ മൂല്യങ്ങളാണ്. പ്രത്യേകിച്ച് BJP ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയിൽ BJP ആർക്കും ബീറ്റ് ചെയ്യാനാവാത്ത വിധം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. BJPക്കെതിരെ എന്ത് കുറ്റം പറഞ്ഞാലും ഒറ്റക്കാര്യം തിരിച്ചു ചോദിച്ചാൽ മതി, കേരളത്തിൻ്റെ വികസനം ഈ കാലം വരെ കേന്ദ്ര ഗവൺമെൻറ് ഇത്രയേറെ ശ്രദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വേറൊന്നുമല്ല, ഞാൻ വടക്ക് നിന്ന് തെക്കോട്ട് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം എൻ്റെ പൊന്നു സാറേ, ഒരു തുള്ളി പെയിൻ്റ് അടിച്ചിട്ടില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പൊളിച്ച് ആധുനിക രീതിയിൽ. ഇപ്പം ഈ ഓരോ റെയിൽവേ സ്റ്റേഷനും, ഞാൻ കയറുന്ന ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ, കടലുണ്ടി, വല്ലപ്പോഴും ആകെ ദിവസം 3-4 വണ്ടി നിർത്തുന്ന കടലുണ്ടി എല്ലാം നവീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തൊരു നല്ല എക്സ്പ്ലനേഷൻ വളരെ കൃത്യമാണ്. MK രാഘവൻ ചേട്ടന് കോഴിക്കോട്ടെ MP കൊടുത്തൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം ഇപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പെട്രോളിന് അമിതമായി വില കൂട്ടിയല്ലോ. ആഗോള മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോഴും ഇവർ വില കുറച്ചില്ല. ഇപ്പോഴും പെട്രോൾ 106 നിൽക്കുകയാണ്. 106, ഒരു ലിറ്ററിന് 106 രൂപയാണ് വില. അതെന്തുകൊണ്ട്? ആ പൈസ, ഈ വ്യത്യാസം വന്നല്ലോ. ബാരലിന് ആഗോള മാർക്കറ്റിൽ വില കൂടിയപ്പോഴാണ് ഇവർ വില കൂട്ടിയത്, ഇന്ത്യൻ കമ്പനികൾ. പക്ഷെ വില കുറച്ചപ്പോൾ കുറച്ചില്ല. ആ ഡിഫറൻസ് എന്ത് ചെയ്തു? അതിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത നിർമ്മല സീതാരാമൻ കൃത്യമായിട്ട് എഴുതി കൊടുത്ത, പാർലമെന്റിൽ വായിച്ച കണക്ക് അദ്ദേഹം പറഞ്ഞു. എന്താണെന്നറിയോ? ആ ഡിഫറൻസ് കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ നടത്തുന്നത്. ജനങ്ങൾ കൺവിൻസ്ഡ് ആണ്. ഇനി പെട്രോളിന് വില കുറക്കണ്ട സാറേ, ഞങ്ങൾ തന്നോളാന്ന് പറയും. കാരണം തൊട്ട് കാണാൻ ജനങ്ങളുടെ മുമ്പിൽ ഈ വികസനം നടക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ സാബു ജേക്കബ് വ്യക്തി എന്ന നിലയിൽ നിന്ന്, ഒരു കമ്പനി മുതലാളി എന്ന നിലയിൽ നിന്ന്, ഒരു രാജ്യത്തിൻ്റെ വികസന സങ്കല്പത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് വികസിക്കണം. അദ്ദേഹത്തിൻ്റെ പബ്ലിക് പെർഫോമൻസിലും വാക്കിലും പ്രവൃത്തിയിലും അത് കാണണം. ആ പാഠം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയും പഠിപ്പിക്കണം. കുറച്ച് പണിയുണ്ടാവും, പക്ഷേ അത് തീർച്ചയായിട്ടും അത് കേരളത്തിൽ BJPക്ക് ഗുണം ചെയ്യും, NDAക്ക് ഗുണം ചെയ്യും, അദ്ദേഹത്തിനും ഗുണം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് ഏതാണ്ട് ഒരു റിസൾട്ട് ബേസ്ഡ് ഗവേണൻസ്, ഒരുപക്ഷെ അദ്ദേഹം അതിൽ വിജയിച്ചിരുന്നിരിക്കാം, ഇനി അദ്ദേഹത്തിന് വിട്ടുവെച്ചവർ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു മോഡൽ ഫേസ് ആയിട്ട് അദ്ദേഹത്തെ BJP ഉയർത്തിക്കാട്ടാനുള്ള സാഹചര്യം ഇനി ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തത് ആത്മരക്ഷാർത്ഥമാണെങ്കിൽ പോലും BJPക്ക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.